അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഖുർആൻ പഠനം ആയത്തുൽ കുർസി ഭാഗം 2 അൽ ഹയ്യു അൽ ഖയ്യൂം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽ ഹയ്യു അൽ ഖയ്യൂം, നിത്യ ജീവനാണവൻ, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനും നിലനിർത്തുന്നവനുമാണവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിപ്രധാനമായ 2 നാമങ്ങളാണ് അൽ ഹയ്യു അൽ ഖയ്യൂം. അൽ ഹയ്യ് എന്നാൽ ഒരിക്കലും മരണമില്ലാതെ എന്നുമെന്നും ജീവിക്കുന്നവൻ, എല്ലാ പൂർണ്ണതയുമുള്ള അസ്തിത്വം, മാറ്റങ്ങളോ നാശങ്ങളോ സംഭവിക്കാത്ത യഥാർത്ഥ ജീവൻ്റെ ഉടമ, യഥാർത്ഥ ജീവനുള്ളവൻ. അള്ളാഹുവിൻ്റെ ജീവൻ സൃഷ്ടികളുടെ പോലെ നശിക്കുന്നതോ മാറ്റം സംഭവിക്കുന്നതോ അല്ല. അള്ളാഹുവിന് ഇൽമ്, ഖുദ്റത്ത്, അറിവ്, കഴിവ് തുടങ്ങിയ എല്ലാ ഗുണവിശേഷണങ്ങളും ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന ഒന്നാണ് ഹയ്യ് എന്ന നാമം. ഒരു വസ്തുവിന് ജീവനുണ്ട് എന്ന് പറയണമെങ്കിൽ അതിന് അറിവ് വേണം, പ്രവർത്തിക്കാനുള്ള കഴിവ് വേണം. ഇത് രണ്ടും ഉള്ളവനായ ഹയ്യാണ് അള്ളാഹു. സൃഷ്ടികളുടെ ജീവൻ വ്യത്യസ്ത പരിമിതികൾക്ക് വിധേയമാണ്. സൃഷ്ടികൾക്ക് ജീവൻ നഷ്ടപ്പെടും, ആരോഗ്യം നഷ്ടപ്പെടും, ക്ഷീണം സംഭവിക്കും, രോഗമുണ്ടാകും. എന്നാൽ അള്ളാഹുവിൻ്റെ ജീവൻ ഇന്ദ്രിയങ്ങൾക്കോ ഭൗതിക നിയമങ്ങൾക്കോ അതീതമായ സമ്പൂർണമായ പരിപൂർണമായ ജീവനാണ്. അള്ളാഹു ഖയ്യൂമാണ് എന്നാണ് പിന്നീട് പറയുന്നത്. ഖയ്യൂം എന്നാൽ എല്ലാ വസ്തുക്കളെയും നിയന്ത്രിക്കുന്നവനാണ്, നിലനിർത്തുന്നവനാണ്. അവനില്ലാതെ ഒന്നും നിലനിൽക്കുകയില്ല, അവനെ ആശ്രയിച്ച് എന്തും നിലനിൽക്കുകയുള്ളൂ. അവനാവട്ടെ ഒന്നിനെയും ആശ്രയിക്കുകയില്ല. എല്ലാറ്റിനും കാവൽ അവനാണ്, എല്ലാം കൈകാര്യം ചെയ്യുന്നതും അവനാണ്. ഹയ്യ് എന്നത് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ, ദാത്തിനെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഖയ്യൂം എന്നത് അവൻ്റെ പ്രവർത്തനങ്ങളെ, ആക്ഷൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഹയ്യ് എന്നത് അള്ളാഹുവിൻ്റെ ജ്ഞാനത്തെയും കഴിവിനെയും ഉദ്ദേശത്തെയും എല്ലാം ഉൾക്കൊള്ളുന്ന നിത്യജീവത്തായ അസ്തിത്വം എന്നതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഖയ്യൂം എന്നത് പ്രപഞ്ച നിലനിൽപ്പിന് ആധാരമായ ഏകശക്തി, സൃഷ്ടികൾക്ക് സംരക്ഷണം നൽകുന്ന അധീശാധിപതി എന്നതാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ സൃഷ്ടികളുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും മേൽനോട്ടം വഹിക്കുന്നവൻ ആണ് അള്ളാഹു. അവൻ ഖയ്യൂമാണ്. ഒരിക്കലും നീക്കം ചെയ്യപ്പെടാത്ത സ്ഥിരമായ അധികാരമുള്ളവനാണ് അള്ളാഹു. അതിനാൽ അവൻ ഖയ്യൂമാണ്. അള്ളാഹുവിനാണ് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നിയന്ത്രണവും അധികാരവും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒന്നുകൂടിയാണത്. ഖയ്യൂമായ റബ്ബിലാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്, അവനാണ് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നിയന്ത്രണവും, എല്ലാ ശക്തിയും അവനിലാണ് എന്നത് ഒരു സത്യവിശ്വാസിക്ക് ഏറെ ബലം നൽകുന്ന ഒന്നുകൂടിയാണ്. ഖയ്യൂം എന്നാൽ സ്വയം നിലനിൽക്കുന്നവനാണ്, പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവനാണ്. മറ്റാരെയും ആശ്രയിക്കാതെ നിലനിൽക്കുന്നത്, പ്രപഞ്ചത്തിന് എല്ലാ ആശ്രയം നൽകുന്നത്. ഇത് രണ്ടും ചേർന്നത് അള്ളാഹു മാത്രമാണ്. ഏറ്റവും ഉണർവോടുകൂടി കാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നിത്യജീവനാണ് അള്ളാഹു. തൗഹീദിൻ്റെ ഏറ്റവും വലിയ പ്രഖ്യാപനമാണ് അള്ളാഹു ഹയ്യും ഖയ്യൂമുമാണ് എന്നത്. സൃഷ്ടികളുടെ ഭക്ഷണം തീരുമാനിക്കുന്നവൻ, ആയുസ് തീരുമാനിക്കുന്നവൻ, ഒരു നിമിഷം പോലും ശ്രദ്ധ തെറ്റാതെ എല്ലാം കൈകാര്യം ചെയ്യുന്നവൻ. ഇതാണ് ഹയ്യും ഖയ്യൂമുമായ അള്ളാഹുവിൻ്റെ പ്രത്യേകതകൾ. ഈ നാമങ്ങൾ ഉപയോഗിച്ച് അള്ളാഹുവെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കും. അത്രമേൽ അള്ളാഹുവിൻ്റെ വളരെ സവിശേഷമായ നാമങ്ങളാണ് ഇത്. അള്ളാഹു ഖയ്യൂമാണ്. എന്നാൽ പ്രപഞ്ചത്തിലെ ഓരോ ചലനവും, നക്ഷത്രങ്ങളുടെ ഭ്രമണം മുതൽ അണുക്കളുടെ ചലനം വരെ അള്ളാഹു കാരണമായിട്ടാണ് നടക്കുന്നത്. എല്ലാം അവൻ്റെ നിയന്ത്രണത്തിലാണ്. ഒരു നിമിഷം അവൻ്റെ നിയന്ത്രണം അവൻ മാറ്റിയാൽ എല്ലാം തകർന്നു പോകും.
ലോകത്തെ എല്ലാ കാര്യങ്ങളും നിലനിൽക്കുന്നത് കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാകട്ടെ കാര്യകാരണങ്ങൾക്ക് അതീതനാണ്. എല്ലാറ്റിൻ്റെയും ആത്യന്തികമായ കാരണവും അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ എല്ലാ വിശേഷണങ്ങളും ഹയ്യിലേക്കും ഖയ്യൂമിലേക്കും മടങ്ങുമെന്ന് ഇമാം റാസി റഹിമഹുല്ല പറയുന്നുണ്ട്. ഈ പ്രപഞ്ചം കൃത്യമായൊരു പ്ലാൻ അനുസരിച്ചാണ് ചലിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പ്ലാൻ നടപ്പിലാക്കാൻ അള്ളാഹു ഹയ്യാകണം. അള്ളാഹുവിന് അറിവ് വേണം, കഴിവ് വേണം. അത് സദാസമയം നിലനിർത്താനാവട്ടെ അള്ളാഹു ഖയ്യൂമുമാകണം. അപ്പോൾ ഹയ്യും ഖയ്യൂമുമാണ് അള്ളാഹു എന്നതുകൊണ്ടാണ് പ്രപഞ്ചം കൃത്യമായ പ്ലാനിങ്ങിൽ വളരെ വ്യവസ്ഥാപിതമായി ചലിച്ചു കൊണ്ടിരിക്കുന്നത്. ഹയ്യായ ഖയ്യൂമായ അള്ളാഹുവോട് മാത്രമാണ് എല്ലാം ചോദിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.